അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലൈൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ലൈലിലെ 13 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. വളരെ ശ്രദ്ധേയമായ ആയത്തുകളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അള്ളാഹു എന്താണ് ഉണർത്തിയത്? വ ഇന്ന ലനാലൽ ആഖിറത വൽ ഊല, നിശ്ചയം പരലോകവും ഇഹലോകവും നമ്മുടേത് തന്നെയാണ് എന്നാണ്. ഇനി 14, 15, 16 ആയത്തുകളിൽ അള്ളാഹു തആല പരലോകത്തെ നരകശിക്ഷയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അശ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. അല്ലാഹു തആല നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാണ്. അതിനാൽ അൻദർതുക്കും നാറൻ തലല്ലാ, അൻദറ താക്കീത് ചെയ്തു, യുൻദിറു താക്കീത് ചെയ്യും. അൻദർത്തു ഞാൻ താക്കീത് ചെയ്യുന്നു, കും നിങ്ങളോട്, നാറൻ ഒരു തീയിനെക്കുറിച്ച്, തലല്ലാ കത്തിയാളുന്ന തീയിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹു തആല നേരത്തെ സംസാരിച്ചപ്പോൾ നാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇന്ന അലൈന ലൽ ഹുദ, വഴികാണിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് പറഞ്ഞത്. ഇവിടെ അതേ അള്ളാഹു സംസാരിക്കുമ്പോൾ അന്തർത്തു ഞാൻ എന്നാ പറയുന്നത്. അപ്പം എന്താ വ്യത്യാസം? കുറച്ചുകൂടി അടുത്തു നമ്മിലേക്ക് വളരെ ചേർന്ന് നിന്നുകൊണ്ട് ഞാനാണ് പറയുന്നത്. വളരെ ശക്തമായ താക്കീതിൻ്റെ ശൈലിയാണ്. അന്തർത്തുക്കും ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു, നാറൻ തീയിനെക്കുറിച്ച്, തലവ കത്തിയാളുന്ന. ഏത് തീയാണിത്? അടുപ്പിലെ തീയല്ല, പിന്നെയോ നരകത്തിലെ തീയാണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? സയസ്ല നാറൻ ദാത്ത ലഹബ് അല്ലേ? പഠിച്ചതാണ്. നാർ അവിടെ ഉദ്ദേശിക്കുന്നത് നരകത്തീ തന്നെയായിരുന്നു, ജ്വാലകളുള്ള തീ എന്നാണ് അവിടെ. ഇവിടെ കത്തിയാളുന്ന തീ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അന്തർത്തുക്കും നാറൻ തലവ. അപ്പോൾ അള്ളാഹു നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാണ്. വിശുദ്ധ ഖുർആനിൽ 2 തരം സൂക്തങ്ങൾ കാണും അല്ലേ? ഒന്ന് താക്കീതിൻ്റെയും അതുപോലെ തന്നെ ഭയപ്പെടുത്തലിൻ്റേതുമായ അവസ്ഥയിലുള്ള സൂക്തങ്ങളാണ്. മറ്റൊന്ന് പ്രതീക്ഷയുടെ, സന്തോഷ വാർത്തകളുടെ സൂക്തങ്ങളാണ്. അതെന്തിനെക്കുറിച്ചായിരിക്കും? സ്വർഗത്തെക്കുറിച്ചായിരിക്കും. അതിന് വരാൻ പോകുന്നുണ്ട് ഈ സൂറയിൽ തന്നെ. അപ്പോൾ ഇവിടെ നരകത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്, ഇത് വരാൻ പോകുന്നത് തന്നെയാണ്. എന്തിനാ നരകം? മരിച്ചാൽ മണ്ണോട് ചേരുകയല്ലേ വേണ്ടത്? മണ്ണോട് ചേരും, പക്ഷെ അള്ളാഹു നമ്മെ വീണ്ടും എഴുന്നേൽപ്പിക്കും. എന്തുകൊണ്ട് നരകം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ നീതിബോധത്തിൻ്റെ ഭാഗമാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണ്ടേ? ഈ ലോകത്ത് തന്നെ ജയിലും തൂക്കുകയറും ഇങ്ങനെ പലതും മനുഷ്യൻ തന്നെ സംവിധാനിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ അതൊന്നും യഥാർത്ഥ ശിക്ഷയാകുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കൂ. ഗോവിന്ദച്ചാമിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഒരു പെൺകുട്ടിയെ അങ്ങനെ തന്നെ കൊന്നുകളഞ്ഞ ആളാണ്, പക്ഷെ അയാളിപ്പോഴും ജയിലിൽ കഴിയാണ്. ശിക്ഷ യഥാർത്ഥത്തിൽ ഇവിടെ പൂർണ്ണമായിട്ട് നൽകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് നീതി എന്ന് പറയുന്നത്. അതിനാൽ ഈ കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവും അല്ലേ? അല്ലാതെ അള്ളാഹു എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്നാണോ ആലോചിക്കാം? അങ്ങനെയല്ല. വരാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെതിരിൽ ജാഗ്രത പാലിക്കുമല്ലേ? നമ്മൾ ഒന്നുകൂടി അലേർട്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അന്തർത്തുക്കും നാറൻ തലവ.
എന്നിട്ട് പറയണം എല്ലാവരും നരകത്തിൽ പോകുമോ? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ. സ്വലാ യസ്ല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. വെറും പ്രവേശിക്കലല്ല കേട്ടോ, പ്രവേശിക്കുമ്പോൾ തന്നെ കത്തുക എന്നുകൂടി ഉദ്ദേശമുണ്ട്. നമ്മളതാണ് നേരത്തെ പഠിച്ചത്. സയസ്ല നാറൻ ദാത്ത ലഹബ് എന്ന് പഠിച്ചില്ലേ? അപ്പോൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അടുപ്പിലേക്ക് നമ്മളൊരു പേപ്പർ വെച്ചാലില്ലേ, അതിങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ കത്താൻ തുടങ്ങും. ആ ഒരു അവസ്ഥയാണ്. ലാ യസ്ല പ്രവേശിക്കുകയില്ല, ഹാ അവിടെ, അതിൽ, ആ നരകത്തിൽ, ഇല്ല അല്ലാതെ, അൽ അഷ്ഖ ആരാ പ്രവേശിക്കുക? ഷഖിയ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവനാണ്, ഭാഗ്യം കെട്ടവൻ. അഷ്ഖ എന്ന് പറയുമ്പോൾ പരമനിർഭാഗ്യവാൻ, ജസ്റ്റ് ഒരു പാസ് മാർക്ക് പോലും നേടാത്ത ആൾ. അയാൾ ഒട്ടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, വെറും ഉഴപ്പായിരുന്നു. അങ്ങനെയുള്ള ആളല്ലേ തോറ്റുപോവാം? എങ്ങനെയെങ്കിലും നിനക്കതൊന്ന് എഴുതിയെടുത്തൂടായിരുന്നു, ജസ്റ്റ് പാസ്സെങ്കിലും ഒന്ന് പറയില്ലേ? അപ്പോൾ ഇയാൾ അഷ്ഖയാണ്. അള്ളാഹു തആല നൽകിയ എക്സാമിൽ അയാൾ പൂർണ്ണമായിട്ടും തോറ്റുപോയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ആളില്ലേ, ആരായിരുന്നു അത്? ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന അല്ലേ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ആളാണ്. അഷ്ഖയാണ്, പരമനിർഭാഗ്യവാനായിപ്പോയി. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു വിധത്തിലും മോഡറേഷൻ നൽകിയിട്ടെങ്കിൽ അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കാൻ പറ്റുന്നില്ല. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, പരമനിർഭാഗ്യവാനായ ആളല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അപ്പം നമ്മൾ ക്യൂ സ്പോട്ടൊക്കെ കേൾക്കുന്ന നല്ല മക്കളായി നമ്മളൊക്കെ അത് ചെന്ന് പെടൂല. പക്ഷെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ജാഗ്രത ഉണ്ടാവണം. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ. ആരാണത്? അല്ലദീ കദ്ദബ വതവല്ല. അള്ളാഹു അയാളുടെ പ്രത്യേകത പറയാണ് അടുത്ത ആയത്തിൽ. അല്ലദീ അയാൾ കദ്ദബ സത്യത്തെ കളവാക്കിയ ആളാണ്. നേരത്തെ പറഞ്ഞില്ലേ, വകദ്ദബ ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ കളവാക്കിയ ആൾ. പിന്നെ വതവല്ല പിന്തിരിഞ്ഞു പോയ ആളാണ്. അതൊന്നും ശരിയല്ല, അതൊന്നും സത്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതിനെ എപ്പോഴും അയാൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വതവല്ല അയാൾ നല്ലതിലേക്ക് വിളിക്കുമ്പോൾ, വാ നമുക്ക് നിസ്കരിക്കാം, നമുക്ക് ഖുർആൻ പഠിക്കാം, നമുക്ക് നല്ലത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പല സോഷ്യൽ വർക്കും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ വതവല്ല അയാൾ പിന്തിരിഞ്ഞു പോയി കളയും. നല്ല ടീമിലൊന്നും അയാൾ ഉണ്ടാവില്ല, മോശപ്പെട്ട ഗ്യാങ്ങിലൊക്കെയാണ് അയാൾ എപ്പോഴും കമ്പനി കൂടുന്നത് അല്ലേ? അങ്ങനെ ആയിപ്പോകും മനസ്സ്. ഇപ്പോൾ ഉമ്മ പറയാണ് ഖുർആൻ ഓതും മോനെ മോളെ എന്ന് പറയുമ്പോൾ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഉമ്മക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തവല്ല നമ്മൾ പിന്തിരിഞ്ഞു. അതേസമയത്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോരെ 1-2 പേജ് ഖുർആൻ ഓതാൻ അല്ലേ? ആ സമയം ഉപയോഗപ്പെടുത്താം. ഉമ്മ ഓർമ്മപ്പെടുത്തിയത് നന്നായി, അൽഹംദുലില്ലാ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതൊക്കെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോവായിരുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ നന്നായി. അപ്പോൾ ഈ നരകത്തിൽ ചെന്നുപെടുന്ന ആൾക്കാർ കദ്ദബ വതവല്ല സത്യത്തെ കളവാക്കി സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങനെ പിടികൊടുക്കാതെ പോകുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ നോക്ക്, ലിബറൽ ചിന്താഗതിയിലും അതുപോലെ യുക്തിവാദത്തിലൊക്കെ ചെന്നുപെടുന്ന ആൾക്കാർ ഈ സത്യത്തെ കളവാക്കുന്നവരും നന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആൾക്കാരുമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴും അഷ്ഖയായിട്ട് പരമനിർഭാഗ്യവാനായിട്ട് അവസാനം നരകത്തിൽ ചെന്ന് പതിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, എന്താണ്? ഈ സൂറയിലെ എല്ലാ ആയത്തുകളും അവസാനത്തിൽ യാ ആണ് അല്ല, അവസാന വാക്കിൽ അവസാനത്തെ അക്ഷരം യാ ആണ്. അതിലൊരു അലിഫുണ്ട്, അതിൻ്റെ പേര് അലിഫ് മക്സൂറ എന്നാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അധികം നീട്ടേണ്ടതില്ല, സ്വാഭാവികമായി നീട്ടലും മതി. എന്നാൽ 2 വാക്കുകളിൽ അലിഫ് ഇല്ല, യാ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊന്ന് ഏതാണ്? അഷ്ഖ എന്ന് പറഞ്ഞ വാക്കായിരിക്കും അല്ലേ? അഷ്ഖല്ലദീ കദ്ദബ വതവല്ല. അങ്ങനെ കണക്റ്റ് ചെയ്ത് ഓതാനുള്ള സൗകര്യത്തിനാണ് അവിടെ ആ അലിഫ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും അള്ളാഹു ഈ ആയത്തുകളിൽ നരകത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മെ താക്കീത് ചെയ്യാണ്. അപ്പം എന്ത് വേണം? ഭയപ്പാടുണ്ടാവണം. പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പടച്ചോനെ നാളെ പരലോകത്തെത്തുമ്പോൾ ഉമ്മയും വാപ്പയും ഫ്രണ്ട്സും ആരും കൂടെ ഉണ്ടാവില്ലല്ലോ, ഞാൻ അവിടെ ശരിക്കും രക്ഷപ്പെടുകയില്ലേ? ഇങ്ങനെ സ്വയം ആലോചിച്ചിട്ട്
പരലോകത്തെ ശരിക്കും വരാൻ പോകുന്ന ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.